നമസ്കാരം. ഇലക്ട്രിക്കൽ പാനൽ മെയിൻ്റനൻസ് എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക്കൽ പാനൽ പാർട്ട് 15 കൺട്രോൾ സിസ്റ്റം തുടരുന്നു. കഴിഞ്ഞ ഭാഗങ്ങളിൽ ഇലക്ട്രിക്കൽ പാനലിൻ്റെ നിയന്ത്രണ സംവിധാനത്തിൽ ഉപയോഗിക്കുന്ന പൊതുവായ ഘടകങ്ങളെക്കുറിച്ചും സാധാരണ മോട്ടോർ കൺട്രോൾ, ലാച്ച് കോണ്ടാക്റ്റുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചും മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തിൽ ഉപകരണങ്ങളുടെ നിയന്ത്രണത്തിനായി ഉപയോഗിക്കുന്ന വിവിധതരം കൺട്രോൾ സർക്യൂട്ടുകളെക്കുറിച്ചാണ് പറയുന്നത്. കൺട്രോൾ സംവിധാനത്തിൽ സാധാരണയായി ലോക്കൽ, റിമോട്ട്, മെയിൻറ്റെയിൻഡ്, നോൺ മെയിൻറ്റെയിൻഡ്, ഇഞ്ചിൻ എന്നീ 5 രീതികൾ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ലോക്കൽ എന്ന് പറയുമ്പോൾ കൺട്രോൾ സംവിധാനങ്ങളും പവർ സപ്ലൈയും ഒരേ സ്ഥലത്ത് തന്നെ സ്ഥാപിച്ചിരിക്കുന്നു. റിമോട്ട് എന്ന് പറയുന്നത് കൺട്രോൾ സംവിധാനങ്ങൾ മാത്രം ഉപകരണങ്ങൾക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്നു. മെയിൻറ്റെയിൻഡ് ഒരു വൈദ്യുതി തകരാർ സംഭവിച്ചതിന് ശേഷം ഉപകരണങ്ങൾ വീണ്ടും സ്വയം പ്രവർത്തിക്കുന്നു. നോൺ മെയിൻറ്റെയിൻഡ് വൈദ്യുതി തകരാർ സംഭവിച്ചതിന് ശേഷം ഉപകരണങ്ങൾ വീണ്ടും പ്രവർത്തിക്കണമെങ്കിൽ പുതിയതായിട്ട് ഒരു നിർദ്ദേശം ആവശ്യമായി വരും. ഇഞ്ചിൻ സ്റ്റാർട്ട് ബട്ടണിലൂടെ പൾസ് രീതിയിൽ പവർ നൽകുന്നു. കൂടുതലായും റിവേഴ്സിംഗ് സ്റ്റാർട്ടറുകളിലാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇനി വിശദമായിട്ട് പറയാം. ലോക്കൽ കൺട്രോൾ എല്ലാ നിയന്ത്രണ സംവിധാനത്തിലും പവർ സ്വിച്ച്, ഓൺ ഓഫ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകൾ, കോണ്ടാക്ടർ, ഓവർലോഡ് പ്രൊട്ടക്ഷൻ, സ്റ്റാറ്റസ് ഇൻഡിക്കേഷൻ ലാമ്പുകൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. ലോക്കൽ കൺട്രോൾ സിസ്റ്റത്തിൽ ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഒരു കൺട്രോളിന് ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരു എൻക്ലോഷറിൽ തന്നെയായിരിക്കും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഒരു ചിത്രമാണ് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഇൻഡിക്കേഷൻ ലാമ്പ്, പവർ സ്വിച്ച്, സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചുകൾ എല്ലാം കാണാൻ കഴിയും. റിമോട്ട് കൺട്രോൾ എന്ന് പറയുമ്പോൾ ഓൺ ഓഫ് അല്ലെങ്കിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് കൺട്രോളുകൾ മാത്രം ഈ പ്രധാന എൻക്ലോഷറിൽ നിന്നും മാറിയിട്ട് പ്രത്യേകമായി ഉപകരണങ്ങൾക്ക് അടുത്ത് തന്നെ സ്ഥാപിച്ചിട്ടുണ്ടാവും. പവർ സ്വിച്ച്, കോണ്ടാക്ടർ, ഇൻഡിക്കേറ്റർ എന്നിവ ഈ റിമോട്ട് കൺട്രോളിൽ ഉണ്ടായിരിക്കില്ല. ലളിതമായ ഒരു റിമോട്ട് കൺട്രോൾ സംവിധാനത്തിൻ്റെ ചിത്രം റെഫറൻസിനായി ഇവിടെ നൽകിയിട്ടുണ്ട്. മെയിൻറ്റെയിൻഡ് കൺട്രോൾ സംവിധാനത്തിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നിവയ്ക്കുള്ള പുഷ് ടു സ്റ്റാർട്ട് ഓർ പുഷ് ടു സ്റ്റോപ്പ് കോണ്ടാക്റ്റുകൾക്ക് പകരം ഒരു 2 പൊസിഷൻ സ്വിച്ച് ആയിരിക്കും നൽകിയിരിക്കുന്നത്. അതായത് ഓൺ ഓഫ് മാത്രമുള്ള ഒരു സ്വിച്ച്. ഇതിനാൽ വൈദ്യുതി തകരാർ സംഭവിച്ചതിന് ശേഷവും ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിന് വീണ്ടും നിർദ്ദേശം ആവശ്യമില്ല. സാധാരണ ഒരു ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. അത് ഓൺ ഓഫ് സ്വിച്ച് ആയതുകൊണ്ട് ഓൺ പൊസിഷനിൽ ഇരിക്കുമ്പോഴാണ് വൈദ്യുതി നഷ്ടപ്പെടുന്നതെങ്കിൽ ആ ഓൺ പൊസിഷനിൽ നിന്ന് മാറില്ല. വീണ്ടും പവർ വന്നു കഴിയുമ്പോൾ ആ ഉപകരണം പ്രവർത്തിക്കും. നോൺ മെയിൻറ്റെയിൻഡ് കൺട്രോൾ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഒരു സാധാരണ സ്റ്റാർട്ടർ നിയന്ത്രണത്തിൽ, അതായത് ഒരു DOL സ്റ്റാർട്ടറൊക്കെ പറഞ്ഞില്ല, അതേപോലെ അതിൽ തുടർച്ചയായിട്ടുള്ള പ്രവർത്തനത്തിനായി ഓൺ പുഷ് ബട്ടണിൽ ഒരു സമാന്തര ലാച്ച് കോണ്ടാക്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ ലാച്ച് കോണ്ടാക്ട് കൊണ്ടാണ് ആ കോണ്ടാക്ട് സ്ഥിരമായിട്ട് ക്ലോസ് ആയിട്ടിരിക്കുന്നത്. ഒരു പവർ സപ്ലൈ തകരാറ് വന്നതിന് ശേഷം ഈ ലാച്ച് കോണ്ടാക്ട് വിട്ടുപോവുകയും വീണ്ടും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് തന്നെ വീണ്ടും ഒരു കമാൻഡ് കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഇങ്ങനെയുള്ള കൺട്രോളുകളെ നോൺ മെയിൻറ്റെയിൻഡ് കൺട്രോൾ സർക്യൂട്ടുകൾ എന്ന് വിളിക്കും. അതിൻ്റെ ഒരു ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ചിത്രം നേരത്തെ കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അതിലുള്ളൊരു ഡ്രോയിങ് ആണ് ഇപ്പോൾ റെഫറൻസിനായി നൽകിയിരിക്കുന്നത്. ഇഞ്ചിൻ ടൈപ്പ് അല്ലെങ്കിൽ ജോഗ് കൺട്രോൾ ഒരു പ്രോസസ് മെഷീൻ്റെ മോട്ടോറിലേക്ക് പൾസ് സിഗ്നലുകളാണ് ആവശ്യം വരിക. അപ്പോൾ അങ്ങനെയുള്ള പൾസ് സിഗ്നലുകൾ നൽകാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൺട്രോൾ സർക്യൂട്ടുകൾ കൊടുക്കുന്നത്. ഓപ്പറേറ്റർ ഓൺ പുഷ് ബട്ടൺ അമർത്തി ഇരിക്കുന്നിടത്തോളം മാത്രമേ മോട്ടോർ പ്രവർത്തിക്കൂ. ഇത്തരത്തിലുള്ള സ്റ്റാർട്ടറുകളിൽ ലാച്ച് കോണ്ടാക്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓണാക്കുന്ന സമയം മാത്രമേ വൈദ്യുതി ലഭിക്കുകയുള്ളൂ. ഇഞ്ചിൻ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒരു ലളിതമായ ഡ്രോയിങ് റെഫറൻസിനായി നൽകിയിരിക്കുന്നതാണ്. അതിൽ ലാച്ച് കോണ്ടാക്ട് ഇല്ല, വെറും പുഷ് ടു സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. പാർട്ട് 15 ഇവിടെ അവസാനിക്കുന്നു. കൺട്രോൾ സിസ്റ്റം അടുത്ത ഭാഗത്തിൽ കൂടുതൽ വിവരങ്ങളുമായി തുടരും. കൺട്രോൾ സിസ്റ്റം ഭാഗം 16-ൽ സിംഗിൾ ഓപ്പറേഷൻ, മൾട്ടിപ്പിൾ ഓപ്പറേഷൻ, സീക്വൻഷ്യൽ ഓപ്പറേഷൻ വിശദമായി കൺട്രോൾ സിസ്റ്റത്തിലെ വിവിധ ഭാഗങ്ങൾ. Thank you for watching. Subscribe the channel to get more videos and updates.